ഭാര്യ ഹിന്ദിയിലാണോ വീട്ടിൽ സംസാരിക്കാം? മലയാളത്തിൽ സംസാരിക്കാം. മലയാളം തന്നെ പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്? വീട്ടിൽ അടിപൊളി സപ്പോർട്ടൊക്കെ സൂപ്പറാണ്. ഓരോ വീഡിയോ അവര് കാണാറില്ല, അതുകൊണ്ട് പിന്നെ പക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ ഭാര്യമാരെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നത്, അത് ഞാൻ നോട്ട് ചെയ്യാം. അതുകൊണ്ട് അവർ കാണാത്തത്. അവർക്ക് രണ്ടുമൂന്നെണ്ണം കണ്ടു ഈ റൂട്ട് എങ്ങനെ പോകുന്നത്. അവിടെ ഒരു ഭാര്യയും ഭർത്താവ് നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ടീം വരലുണ്ടാവും, ഫാമിലി. അപ്പൊ ഒരു പറച്ചിലുണ്ട്, ഞങ്ങൾ രണ്ടിനും സപ്പോർട്ട് ചെയ്ത് ചെയ്യലുണ്ട്. ഫണ്ണിയാണ്, വേറെ ഒന്നുമല്ല. ആ ബേസിൽ തന്നെ എടുത്താൽ മതിയിട്ട്, അവരുടെ തമാശ മാത്രമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മള് ഭാര്യമാരെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ അത് ഭർത്താവ് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്യും. ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് ഇവരെ പറയുമ്പോ നേരെ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യും. നീ സാധനത്തിന് ഇവിടെ പറഞ്ഞത് നാളെ തുടങ്ങും ഭാര്യനെ ഭർത്താവ് എടുത്തിട്ട്. അല്ല, അങ്ങനല്ല. നമ്മള് തമാശയായിട്ട് അതിലെ കമന്റ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാൾ പോലും മോശമായിട്ടുള്ള കമന്റ്സ് നമ്മള് ഭാര്യനെ. അത് വേറൊരു വ്യത്യാസമുണ്ട്. ഈ ഭർത്താവിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഷെയറിന്റെ ലിസ്റ്റ് കൂടിയിട്ടുണ്ടാവും. ഭാര്യനെ പറ്റിയാണെങ്കിൽ അത് വളരെ റെയർ ആയിരിക്കും, കാരണം ഇവർക്ക് ഇതൊന്നുമില്ലല്ലോ. പക്ഷെ എന്റെ ഹസ്ബൻഡിനെ പറ്റി എന്താ വെച്ചാലും ഞാൻ നോക്കൂല. കാരണം നല്ല സ്വന്തമായിട്ടൊരു ധാരണ ഉള്ളത് നല്ലതാ. ഞാൻ കൊറേ ഞങ്ങളെ വീഡിയോ എവിടുന്ന് അറിയുന്നുണ്ട്, ഫാമിലി ഗ്രൂപ്പില്. ഇഷ്ടംപോലെ ഫാമിലി ഗ്രൂപ്പിൽ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫാമിലി ഓഡിയൻസ് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക്, അല്ലെ? നിങ്ങൾ ഈ കല്യാണ പരിപാടിക്കൊക്കെ വിളിക്കാറുണ്ടോ? ഒന്ന് കെട്ടിയ ക്ഷീണം മാറിയിട്ടില്ല. നാട്ടിലുണ്ടായിട്ടുണ്ട് കല്യാണ പരിപാടിക്ക് വിളിക്കാൻ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. ഇവിടെ അറബിയിൽ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അയൽവാസിനെ വിളിച്ചു, നമ്മളെ അപ്പുറത്തെ റൂമിലത്തെ. നമുക്ക് പോകാൻ പറ്റില്ല, നമ്മളെ വിളിച്ചില്ല. ഞങ്ങൾ പോയില്ല. എത്ര പേര് പോയിക്കണു. നാട്ടിലാവുമ്പളേ എന്താ പറയാ, ഞാൻ പണ്ടെന്ന് പറയണ്ട ഇപ്പഴങ്ങനെ മുപ്പരാളെ കൂടെ അല്ല. പണ്ടേ ഇപ്പഴൊന്നും പോക്കില്ല, ഇത് ഭ്രാന്താണ് ഇയാൾക്ക്. അതായത് പണ്ട് കല്യാണത്തിന് പോയിട്ട് ഞാൻ അവിടെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് തിന്നാൻ പൂതിയാവും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെറിയ പൈസ തരുള്ളൂ. അപ്പൊ ഞാൻ പൈസ ഇട്ട് ബൈക്കിൽ എണ്ണ അടിച്ചിട്ട് ഞാനും എൻ്റെ സ്നേഹിതനും കൂടി അടുത്ത് എവിടെയെങ്കിലും ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ പോയിട്ട് ഇരിക്കും. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ കുടുംബക്കാരാന്ന് അറിയിച്ചണല്ലോ. അപ്പൊ ഞാൻ അവനോട് പറയും, എടാ അമ്മായി വന്നിക്കണടാ ചോദിച്ചു. അപ്പൊ അവൻ പറയും, ഇല്ല അമ്മായി വന്നിട്ടില്ല, അമ്മായിക്ക് വയ്യ, അതാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. അപ്പൊ എന്തായി, കേൾക്കുന്ന ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുക, ഇവര് കുടുംബക്കാരാണ്. ആ കൈ കഴിക്കിട്ട് ഒറ്റ ഓട്ടം ഓടും. സ്ഥിരാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ ബിരിയാണി ഒക്കെ വല്ലാതെ കഴിക്കാൻ പോകുകയാണോ സമയം. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കി അതിന്റെ ഒരു ഓർമ്മയാണോ? അല്ല, നമ്മളെടുത്ത് വന്നാലും നമ്മള് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, ഒരാൾ വന്നിട്ട് ചോദിക്കാം, നമ്മള് ഭക്ഷണം കൊടുക്കും. കാരണം ഒരു മനുഷ്യൻ വന്ന് പൈസ ചോദിക്കുകയാണ്, ഭക്ഷണം ചോദിക്കുകയാണെങ്കിൽ ഭക്ഷണം ചോദിക്കണമെങ്കിൽ ആദ്യം കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം. എന്തെല്ലാം അറിവുകളല്ലേ. സത്യം ഭയങ്കര അറിവ്, തല അടച്ചിട്ട്. അയാളെ തലയിലൊന്നുമില്ല. അത് പുതിയൊരു അറിവായതിന്റെ പേരിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഭക്ഷണം കൊടുക്കാം. ഓക്കെ, അല്ലല്ല, ഒരു മനുഷ്യൻ വന്നിട്ട് പൈസ വേണം, ഒരാൾ ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞവർക്ക് തന്നെ കൊടുക്കുള്ളൂ. പൈസ കൊടുക്കോ? ഓ, നമ്മൾ അന്വേഷിക്കും അത് അർഹനാണോ എന്നുള്ളത്. ഇല്ല, അതല്ല ഇപ്പൊ അല്ല, നമ്മൾ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ അവര് പറയും പൈസ തരുമെന്ന് ചോദിക്കും. ഒരു 10 രൂപ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയും. നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ നിനക്ക് ഭക്ഷണമല്ലേ വേണ്ട, കഴിച്ചു, വയറിറച്ച് കഴിച്ചു. ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ടാവാറുണ്ട്. നീപ്പിച്ച് നിർത്തി ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഞാനേ വീഡിയോയിലൊക്കെ കാണുമ്പോ വലിയൊരു കാലേറ്റി വെക്കാൻ പറഞ്ഞു ഞാൻ നോക്കില്ല. ഞാൻ ചെയ്യാറില്ല. പലരും ചോദിക്കാറുണ്ട്. ഇല്ല ഇല്ല, സംബന്ധിച്ച പലരും എനിക്ക് കോച്ചി പിടിച്ചിട്ട് ഈ വണ്ണം കൊണ്ട് എങ്ങനെ കാല് വെക്കാറ്. അതെ, അല്ല എന്റെ അടുത്ത് പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ഗസ്റ്റിന് മുമ്പിൽ എന്തിന് കാല് കയറ്റി വെക്കുന്നത്. ആക്ച്വലി എന്റെ കാല് താഴത്ത് എത്തൂല. എനിക്ക് ഇപ്പൊ കുറച്ച് ചെറുതാ, എത്തൂല. സംഭവം എത്ര എനിക്ക് ഓർമ്മ ചെറുപ്പത്തിൽ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ കാലൊക്കെ കയറ്റി കയറുമ്പോ അഹങ്കാരാണ്. പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നത്. എന്റെ അച്ഛന്റെ പ്രായം ശരിക്കും ഉണ്ട്. ഞാൻ വൈദ്യനോട് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പറഞ്ഞു. ശരിക്കും ഞങ്ങളെ കണ്ടപ്പോ എന്റെ ഒരു ഫാദർ ഫീൽ ചെയ്തു. ഫാദറിലെ താഴേക്കണത് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലായിരുന്നു. സന്തോഷമുള്ള കാര്യങ്ങളാണ് പറയണേ. അതല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് ഈ കസ്റ്റമേഴ്സ് വരുമ്പോഴേ
കസ്റ്റമർ ഇല്ലാന്ന്. കസ്റ്റമർ ഇല്ലേ ഇവിടെ? ആ വേറെ ഒന്നുണ്ട്. അല്ല ഫാദർ പറഞ്ഞാലേ കസ്റ്റമർ ഒന്നും ഇല്ലാന്ന്. ഞാൻ interview ചെയ്തത്.